ഹലോ, എല്ലാവർക്കും നന്ദനം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ ഇന്നിപ്പോൾ കർക്കിടകം മാസമാണ്. അപ്പോൾ രാവിലെ വിളക്ക് കത്തിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്നതിന് ശേഷം പെരയ്ക്കകമൊക്കെ തൂത്ത് വൃത്തിയാക്കി മുറ്റമൊക്കെ അടിച്ചു വാരി വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ്. അപ്പോൾ ചേട്ടനാണ് ഇന്നും രാവിലെ വിളക്ക് കത്തിക്കുന്നത്. ചേട്ടൻ പണിക്ക് പോവുകയാണെങ്കിൽ ഞാൻ കത്തിക്കും. സാധാരണ രാവിലെ വാതിൽ മാത്രമൊന്നും തൂത്ത് കളയത്തുള്ളൂ. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര മഴയായതുകൊണ്ട് കാറ്റത്ത് നല്ലതുപോലെ കരിയില പറന്നു വന്നു. അതുകൊണ്ട് മൊത്തം മുറ്റം അടിക്കേണ്ടി വന്നു. ഒത്തിരി മുറ്റമൊന്നുമില്ല കേട്ടോ, ശകലം മുറ്റമേ ഉള്ളൂ. അന്നേരം അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറുക്കൻ എഴുന്നേറ്റ് വന്ന് കുത്തിപ്പിടിച്ച് തിണ്ണയിലിരിപ്പുണ്ട്. അന്നേരത്തേക്ക് ചേട്ടൻ ആറ്റിൽ നിന്ന് കുളിയും കഴിഞ്ഞ് വിളക്ക് കത്തിക്കാൻ വന്നു. ചേട്ടന് നേരത്തെ പോകണം കേട്ടോ, 7:30 ആകുമ്പോൾ പോകണം. ചോറ് സാധാരണ കൊണ്ടുപോകുന്നതാണ്. ഇന്ന് ചോറും കാപ്പിയൊന്നും വേണ്ട, അതുകൊണ്ട് പയ്യെ മതി, ഞങ്ങൾക്കുള്ള കാപ്പിയൊക്കെ മതി. ചേട്ടൻ വിളക്ക് ഒക്കെ കത്തിച്ചു. അന്നേരത്തേക്ക് പാലും വണ്ടി വന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ മേടിച്ച് ചായ ഇട്ട്, ചേട്ടന് ചായ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ചായ ഇട്ട് ചേട്ടനുള്ള ചായ കൊടുത്തു. ചേട്ടൻ ചായയും കുടിച്ചങ്ങ് പോയി കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾക്ക് മതിയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ കാപ്പിക്ക് അപ്പവും ചമ്മന്തിക്കറിയുവാ. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചായിരുന്നു. ഇനി ഉള്ളി വിട്ട് ശകലം മുളക് പൊടിയും കൂടി ഇട്ട് അരച്ചെടുത്ത്, ഇഞ്ചിയും കൂടി ഇടും കേട്ടോ, ഇട്ട് അരച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇതങ്ങ് ഒഴിച്ചിളക്കിയെടുക്കും. സാധാരണ ഈ വറ്റൽമുളക് ഉള്ളിയൊന്നും ഞാനിടത്തില്ല. പിന്നെ ആരെങ്കിലും വിരുന്നുകാരുണ്ടെങ്കിൽ മാത്രമേ ഞാനിടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാനതൊന്നും ഇടില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്ക് മതിയല്ലോ, അതുകൊണ്ട് ഇടാറില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ, അപ്പവും ചമ്മന്തിക്കറിയും കൂടി കൂട്ടുന്നു. മറ്റേ കടലക്കറി ആയിരുന്നു, കടലയും കിഴങ്ങ് കറിയും. ചമ്മന്തിക്കറി ഒരു വീഡിയോയിലാണ് കണ്ടത്, അപ്പത്തിന് ചമ്മന്തിക്കറി കൂട്ടുന്നത്. എന്നാൽ ഒന്ന് വെച്ച് നോക്കണമെന്ന് ഓർത്ത് കൂട്ടി നോക്കിയത്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം.